നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചു എന്നത്. എന്നാൽ ഇപ്പോൾ ആ വാർത്തകൾക്കെല്ലാം വ്യക്തമായ മറുപടിയുമായി സുരേഷ് ഗോപി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രചരിച്ച വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. സാധാരണ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം വാർത്തകൾക്ക് ഔദ്യോഗിക പ്രസ്താവനകളിലൂടെ മറുപടി നൽകാറുണ്ട്. എന്നാൽ സുരേഷ് ഗോപി ഇത്തവണ അല്പം വ്യത്യസ്തമായ ശൈലിയാണ് സ്വീകരിച്ചത്. സുരേഷ് ഗോപി രാജ്യസന്നദ്ധത അറിയിച്ചു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഞാൻ മാത്രം അറിഞ്ഞില്ല കേട്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം. സോഷ്യൽ മീഡിയ വഴിയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി രാജ്യസന്നദ്ധത അറിയിച്ചു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഞാൻ മാത്രം അറിഞ്ഞില്ല കേട്ടോ. സത്യം അറിയാൻ ഒരൊറ്റ ക്ലിക്ക് മതി. അതുകൊണ്ട് ഇത്തരം സിനിമാ കഥകൾ വിശ്വസിച്ച് ആരും സമയം കളയരുത്. വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നവരോട് അത് ശരിയല്ല, ഇനിയെങ്കിലും മാറ്റണമെന്നാണ് പരിഹാസം നിറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഈ ഒരു വാചകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. കാരണം തൻ്റെ പേരിൽ പ്രചരിച്ച വാർത്തകളെ വളരെ ലളിതമായും എന്നാൽ ശക്തമായും തള്ളിക്കളയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇവിടെ വരുന്ന പ്രധാന ചോദ്യം ഇതാണ്: എവിടെ നിന്നാണ് ഇത്തരം വാർത്തകൾ വരുന്നത്? ആരാണ് ഈ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്? എന്താണ് ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം? ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. എന്നാൽ അതേ വേഗത്തിൽ തെറ്റായ വിവരങ്ങളും പ്രചരിക്കാറുണ്ട്. ഒരു വെബ്സൈറ്റിലോ ഒരു സോഷ്യൽ മീഡിയ പേജിലോ വരുന്ന വിവരങ്ങൾ പലരും സത്യാവസ്ഥ പരിശോധിക്കാതെ തന്നെ പങ്കുവയ്ക്കുന്നു. അതോടെ ചെറിയൊരു അഭ്യൂഹം പോലും വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. സുരേഷ് ഗോപി തൻ്റെ പ്രതികരണത്തിൽ പൊതുജനങ്ങളോട് ഒരു പ്രധാന കാര്യം കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു ക്ലിക്ക് മതി. ഔദ്യോഗിക അക്കൗണ്ടുകൾ പരിശോധിക്കാം, വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകൾ പരിശോധിക്കാം, ബന്ധപ്പെട്ട വ്യക്തിയുടെ പ്രതികരണം അറിയാം. അതിനു പകരം അടിസ്ഥാനമില്ലാത്ത കഥകൾ വിശ്വസിച്ച് സമയം കളയരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. ഇത് സുരേഷ് ഗോപിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവിധ നേതാക്കളുടെ പേരിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് പതിവാണ്. ചിലപ്പോൾ രാജ്യവാർത്തകൾ, ചിലപ്പോൾ പാർട്ടി മാറ്റ വാർത്തകൾ, ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ അഭ്യൂഹങ്ങൾ, ചിലപ്പോൾ ഇല്ലാത്ത പ്രസ്താവനകൾ പോലും നേതാക്കളുടെ പേരിൽ പ്രചരിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലാണ് വിവരങ്ങൾ പരിശോധിക്കുന്ന ശീലം കൂടുതൽ പ്രധാനമാകുന്നത്. വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെയും സുരേഷ് ഗോപി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് ശരിയല്ല, ഇനിയെങ്കിലും മാറ്റണമെന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധ നേടുകയാണ്. തൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള അതൃപ്തിയും ആ വാക്കുകളിൽ പ്രകടമാണ്. അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് സുരേഷ് ഗോപി. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ ശ്രദ്ധേയനായ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾക്ക് വലിയ ജനശ്രദ്ധ ലഭിക്കാറുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അഭ്യൂഹം പോലും വലിയ ചർച്ചയായി മാറുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: സുരേഷ് ഗോപി രാജിവെക്കാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ ആദ്യം സത്യാവസ്ഥ പരിശോധിക്കുകയും ഔദ്യോഗിക വിശദീകരണങ്ങൾക്ക് കാത്തിരിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.